ഹായ് ഹലോ നമസ്കാരം. വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും എല്ലാം സുഖമായിരിക്കുന്നു. ഞാൻ ഇന്ന് നമ്മളുടെ തോട്ടത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ചൊരയ്ക്ക കൊണ്ട് എങ്ങനെയാണ് കുക്കറിലൊരു ഹൽവ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. ഇത് നാടൻ ചൊരയ്ക്കയാണ്, ഉണ്ടച്ചൊരയ്ക്ക. ഓക്കെ, ഇത് വേലികളിലൊക്കെ കാണുന്ന നാടൻ സ്റ്റൈലിലുള്ള വിത്താണ് ഇട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ നോർമലായിട്ടുള്ള ചൊരയ്ക്ക, നമ്മളെല്ലാവരുടെയും കാണുന്ന ആ നീളത്തിലുള്ള ചൊരയ്ക്ക. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് 2 നീളം ചൊരയ്ക്കയും 2 ഉണ്ട ചൊരയ്ക്കയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലത്തെ 2 നീളം ചൊരയ്ക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉണ്ട ചൊരയ്ക്ക നമുക്കിങ്ങനെ ചീവാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഈ നീളം വെച്ചിട്ട് ചെയ്യുന്നത്. നീള ചൊരയ്ക്കും ഉണ്ട ചൊരയ്ക്കും ഒരു വ്യത്യാസവും ഇല്ല. കുറച്ചും കൂടി ഉണ്ട ചൊരയ്ക്ക സ്വീറ്റാണ് നമ്മളുടെ ആ ഒരു ടെക്സ്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് കുക്കറിൽ പെട്ടെന്ന് തന്നെ ഒരു ചൊരയ്ക്കയുടെ ലോക്കിക്ക ഹൽവ എന്നറിയപ്പെടുന്ന ആ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹൽവ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ചൊരയ്ക്കയുടെ ആ ഒരു തൊലിയൊക്കെ നന്നായിട്ടൊന്ന് എടുത്ത് കളയുക. നമ്മൾ വീട്ടിൽ തന്നെ വളരുന്നത് കൊണ്ട് ആ തൊലിക്കൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഇങ്ങനെ പഞ്ഞി പോലെയാണ് നമുക്ക് വൃത്തിയാക്കുന്ന സമയത്ത് ഫീൽ ആവുന്നത്. ഇനി നമ്മൾ നല്ല പോലെ ഒന്ന് ചീവയെടുക്കണം. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചൊരയ്ക്കയിൽ മാക്സിമം വലിയ വലിയ കുരുക്കളുണ്ടാവും. നേരെ മറിച്ച് എൻ്റെ വീട്ടിൽ ഉണ്ടാവുന്നതിൽ കുരു അധികമില്ല. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നന്നായിട്ട് ചീവിയെടുക്കുന്നത്. ബേസിക്കലി ഇതിന് ശേഷമുള്ള പ്രൊസീജിയർ സാധാരണ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലോങ് ആണ്. നമ്മൾ കുക്കറിൽ ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വെള്ളം അങ്ങോട്ട് പിഴിയുക, എന്നിട്ട് എല്ലാം കൂടിയിട്ട് കുക്കറിലിടുക. കുക്കറിലിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു വലിയ സ്പൂണിന് 1 സ്പൂൺ നെയ്യ് എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഓക്കെ, കുക്കറിൽ തന്നെ ഇട്ടോളൂ. കുക്കറിൽ തന്നെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ചൊരയ്ക്കയുടെ പച്ച മണം പോകുന്ന വരയ്ക്കും ഒന്ന് വഴറ്റിയെടുക്കണം. അതും പറഞ്ഞിട്ട് ഭയങ്കര മൂപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല പച്ചമണം പോയി എന്ന് കാണുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് 3 ഗ്ലാസ് ചൊരയ്ക്കയുണ്ടായിരുന്നു, 3 കപ്പ് ചൊരയ്ക്കയുണ്ടായിരുന്നു. അതിന് ഞാൻ 3 കപ്പ് തന്നെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര കട്ടിയുള്ള പാൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു മീഡിയം ആയിട്ടുള്ള രീതിയിലുള്ള കട്ടിക്കുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇവിടെ നിങ്ങൾക്ക് പച്ച കളർ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ ലിക്വിഡ് നിങ്ങൾക്ക് ഫുഡ് കളർ ഇട്ട് കൊടുക്കാം. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 4 വിസിൽ കൊടുക്കുക. 4 വിസിൽ കൊടുത്ത് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇനി നമുക്ക് പഞ്ചസാര, ഒരു 2 ഗ്ലാസ് പഞ്ചസാരയിൽ ഒരു 4 ഏലക്ക ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ആ കുക്കറിൽ നിന്ന് ഈ ചൊരക്കേനെ എടുത്തിട്ട് നിങ്ങൾ ഇതിലേക്ക് മാറ്റുക. ഏതാ പാത്രം വെച്ചാൽ അതിലേക്ക് മാറ്റുക. എന്നിട്ട് അത് നന്നായി തിളയ്ക്കുന്ന സമയത്ത് ഈ പൊടിച്ച് ഏലക്കയും പഞ്ചസാരയും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്തിനാണ് ഈ പഞ്ചസാര പൊടിക്കുന്നത്? പഞ്ചസാര പൊടിച്ചു കഴിഞ്ഞാൽ ബൈൻഡിങ് കുറച്ചും കൂടി കിട്ടും. നേർത്തുകൊണ്ട് നിൽക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര പൊടിക്കുന്നത്. ഇനി ഇത് നല്ലപോലെ കുറുകണം. നല്ലപോലെ കുറുകി ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ നട്ട്സ് വേണമെന്ന് വെച്ചാൽ അതിലേക്ക് നെയ്യിൽ വറുത്തിടാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. നല്ല പോലെ ഇളക്കിയിട്ട് നന്നായിട്ട് പദത്തിൽ ആ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വിട്ട് വരണ പോലെ
ഈ ഒരു ലെവലിലേക്ക് ആവുന്ന വരയ്ക്കും നിങ്ങൾ ആക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള നമ്മുടെ ലോക്കിക്ക ഹൽവ എന്നറിയപ്പെടുന്ന ചൊരക്ക ഹൽവ റെഡി ആയിരിക്കുകയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ. ഒരു പണിയില്ല, ചൊരക്ക കിട്ടാൻ എവിടെയും കിട്ടുന്ന ഒരു സംഭവമാണ്. അതുമാത്രമല്ല, എന്താണ് പറയുക, എല്ലാവരും വിചാരിക്കുന്നത് ഇതുകൊണ്ട് കൂട്ടാൻ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഇതുകൊണ്ട് സ്വീറ്റും നമുക്ക് ഉണ്ടാക്കാം. ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഓരോ ദിവസവും പച്ചക്കറി കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരേ സംഭവം വെക്കാണ്ട് പലതും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ വളരുന്ന ആ ഒരു സംഭവത്തിനെ നമുക്ക് മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നല്ല ചൂടോട് കൂടിയിട്ട് ഇതങ്ങോട്ട് കഴിക്കുമ്പോണ്ടല്ലോ എന്താ രുചി അറിയോ. പൊതുവേ ലോക്കി ഹൽവ ഭയങ്കര ടേസ്റ്റാണ്. അതും ഈ പ്രത്യേകിച്ച് ഇവിടുത്തെ വിൻ്റർ ടൈമിലൊക്കെ ആൾക്കാർ ഒരുപാട് കഴിക്കുന്നതാണ്. അതേപോലെ തന്നെ അടുത്ത ദിവസവും നമുക്ക് ചൊരക്കകൾ ഉണ്ടാവുന്നുണ്ട്. അതായത് ഒരു ദിവസം തന്നെ എല്ലാം എടുക്കാനുള്ളത് ഉണ്ടാവില്ല, അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് എടുക്കാനുണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാറാണ് പതിവ്. ബിക്കോസ് നമുക്ക് ഇപ്പോൾ തലേ ദിവസം തന്നെ 2 ഓൾറെഡി കിട്ടി. ആ സമയത്ത് ഇത് മൂത്തിട്ടുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം നോക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് പാകത്തിന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് എടുത്തു കഴിഞ്ഞാലും ബാക്കി കുറേ ഉണ്ടാവും. അതൊക്കെ ഞാൻ ബാക്കിയുള്ളവർക്ക് കൊടുക്കാറാണ് പൊതുവേ ചെയ്യാറുള്ളത്. എന്നുവെച്ചാൽ ഒറ്റയടിക്ക് നമുക്കിത് മുഴുവൻ തീർക്കാൻ നമുക്ക് പറ്റില്ല. അതേമാതിരി തന്നെ ഇപ്രാവശ്യം ഇട്ടതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സൂപ്പറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചമുളക് നിറയെ കിട്ടുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകുമാണ്. പിന്നെ ഉണ്ട വഴുതിനിങ്ങയും കിട്ടുന്നുണ്ട്. അതേമാതിരി തന്നെ കായ വഴുതിനിങ്ങയും കിട്ടുന്നുണ്ട്. അതായത് ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഉള്ള പച്ചക്കറിയൊക്കെ നമുക്ക് സുഖസുന്ദരമായിട്ട് നമുക്ക് കിട്ടും. ഇന്നത്തെ പച്ചക്കറി അപ്പോൾ അടുത്ത ദിവസത്തെ പച്ചക്കറി എന്തായാലും വിളവെടുപ്പ് അതും എടുത്തു കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ആൾക്കാർക്ക് കൊടുത്തതിന് ശേഷം എനിക്ക് ആവശ്യമുള്ളത് ഞാൻ എടുത്തു വെക്കാറാണ് പതിവ്. നല്ല ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികൾ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്ക് പലതും ട്രൈ ചെയ്യാൻ തോന്നും അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി കാണിച്ചു തന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.